Good morning. Good morning, sir. Okay. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. Only 19 have joined till now. ഇതാണ് ഇന്ന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല സാർ, ഇപ്പോൾ വരുമായിരിക്കും. ഓക്കെ, ഒരു 50 മിനിറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. 40 മിനിറ്റ് ഇപ്പൊ തന്നെ 10 മിനിറ്റോളം കഴിഞ്ഞു. 38 ഓക്കെ. So let us start today's class. ഇന്ന് ഞാൻ ആദ്യം ട്യൂട്ടോറിയലിലോട്ട് പോകാമെന്ന് വിചാരിച്ചെങ്കിലും I think we'll do it later. ഇന്ന് we'll start our second module. അതില് സെക്കൻഡ് മൊഡ്യൂളില് വരുന്നത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളില് ഇമ്പാക്ട് ഓഫ് ജെറ്റ് ടർബൈൻസിന്റെ അനാലിസിസ് ഒക്കെ കഴിഞ്ഞു. Now in the second module, in the beginning, we have some additional topics on turbines. അപ്പോൾ അതിന്റെ ഡ്രാഫ്റ്റ് ട്യൂബും കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ ടർബൈൻസ് പറഞ്ഞപ്പോൾ. So we will see some more detail on draft tube. അതുപോലെ തന്നെ ടർബൈൻസിലെ ഗവേണിംഗ് മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഗവേണിംഗ് എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു ഞാൻ. Similarly, we will be discussing the operational characteristics of turbine, performance characteristics of the turbines. അപ്പോൾ അതിന്റെ പെർഫോമൻസ് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് അവിടെ നമ്മൾ അതിന്റെ മോണിറ്ററിങ്, പെർഫോമൻസ് മോണിറ്ററിങ്ങിന് റെലവൻ്റ് ആയിട്ടുള്ളത്, ഇതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷനിൽ വരും. Then we will also discuss about the specific speed and already അത് ഡിഫൈൻ ചെയ്ത് നമ്മൾ ഇക്വേഷൻസ് നമ്മൾ അതിന്റെ കണ്ടുവെങ്കിലും we'll see how that equation is formed. Unit quantities, we will defining the unit quantities, then scale laws, അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ആൻഡ് ആൾസോ ടുവേർഡ്സ് ദി ലേറ്റർ പാർട്ട് ഓഫ് ദി മൊഡ്യൂൾ വിൽ സ്റ്റാർട്ട് ദി ഡിസ്കഷൻ ഓൺ പമ്പ്. ടർബൈൻസിന്റെ ടോപ്പിക് പകുതിയോളം ടർബൈൻസ് ആണ്, അതിന്റെ കണ്ടിന്യൂവേഷൻ ടോപ്പിക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പമ്പാണ്, പമ്പിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. പമ്പ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പ്സും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ പിന്നെയുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുന്ന കാര്യം, കാരണം ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബേസിക്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് ഫസ്റ്റ് യൂണിറ്റുകളിൽ. അതാണ് നമ്മൾ ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഒക്കെ അതിന്റെ ഫണ്ടമെന്റൽസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞുണ്ട്. അതുകൊണ്ടുവേഴ്സ് ഐ തിങ്ക് യു ക്യാൻ ഈസിലി മൂവ്. ഇതിന്റെ സ്പീഡിൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നു. So let us have the today's discussion on these three. സമയം കിട്ടുന്നുണ്ടെങ്കിൽ 3 ടോപ്പിക്കും കവർ ചെയ്യും. ഡ്രാഫ്റ്റ് ട്യൂബ് തിയറി, കാവിറ്റേഷൻ ഇൻ ടർബൈൻസ് ആൻഡ് സർജ് ടാങ്ക്സ്. ഈ 3 ടോപ്പിക്കാണ് ഇന്നത്തെ ഡിസ്കഷനിൽ ഉദ്ദേശിക്കുന്നത്. ടൈമിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാം. ഇപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്?
What is a draft tube? Hydraulic turbines, when we discussed the reaction turbines, there we mentioned an important essential part of the turbine. Draft tube as one of the essential part of the reaction turbine. So what are the functions of a draft tube? കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. എന്നാൽ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഫങ്ഷൻസ് എന്താണ്? കൈനറ്റിക് എനർജി കുറയ്ക്കാൻ, എഫിഷ്യൻസി. അതായത് നമ്മള് ടർബൈൻ എഫിഷ്യൻസി നമുക്ക് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി എഫിഷ്യൻസി എന്ന് പറയുന്നത് ടർബൈനിന്റെ എത്രമാത്രം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എനർജി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് എനർജിയാണ്. Stored hydraulic energy of the fluid is converted into useful work. ആ യൂസ്ഫുൾ വർക്ക് എന്ന് പറയുന്നത് പവർ ആയിട്ട് കൺവേർട്ട് ആയി നമുക്ക് ഷാഫ്റ്റിൽ എത്ര പവർ കിട്ടും ജനറേറ്റർ റൺ ചെയ്യാനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ എഫിഷ്യൻസി, നമ്മൾ ടർബൈൻ ഇത്രമാത്രം എഫിഷ്യന്റ് ആണ് എന്നുള്ളത് പറയുന്നത്. So that efficiency also depends on the velocity of the fluid at the exit of the turbine. Turbine exit എന്ന് പറയുന്നത് റണ്ണറിന്റെ എക്സിറ്റ്. റണ്ണറിന്റെ എക്സിറ്റിലെ വെലോസിറ്റിനെ ഡിപ്പെൻഡ് വെച്ചാൽ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഇഫ് ദ വെലോസിറ്റി at the exit of the runner is high, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അത്രയും എനർജി കൺവേർഷൻ അവിടെ നടന്നിട്ടില്ല എന്നുള്ളത്. അത്രയും എനർജി പിന്നെ ടർബൈൻ എക്സിറ്റിൽ നേരെ പോകുന്ന ടെയിൽ റേസ് ആണ്. ടെയിൽ റേസ് എന്ന് പറയുന്നത് ഇതിന്റെ തിരിച്ച് യൂസ് ചെയ്ത വാട്ടർ കളയാനുള്ള പാസേജ് ആണ്. അപ്പൊ അത് വേസ്റ്റഡ് എനർജിയാണ്. സോ if the velocity at the exit of the runner is high means you are wasting the energy. അപ്പൊ അത് ആ എനർജി നമുക്ക് റിക്കവർ ചെയ്യണം. ഒന്ന്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് the velocity, the pressure of the fluid inside the turbine varies from a higher pressure value at the runner inlet and a lower pressure value at the runner exit. അപ്പൊ റണ്ണറിന്റെ എക്സിറ്റിലെ പ്രഷർ നോർമലി will be vacuum. Below atmospheric ആയിരിക്കും അവിടുത്തെ പ്രഷർ വരിക. So we need some ആ പ്രഷറിൽ നിന്ന് നമുക്ക് അറ്റ്മോസ്ഫിയർ ട്രയൽ റേസ് എന്ന് പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് വരുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ there should be some mechanism for that. So that you can have this draft tube connected between this tail race and turbine exit. അപ്പോൾ അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടർബൈനെ നമുക്ക് ടെയിൽ റേസിന് വളരെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പൊസിഷനിൽ അല്ലെ ഹൈറ്റിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഫങ്ഷൻസ്. അതൊക്കെ നമ്മൾ നേരത്തെ അതിന്റെ തിയറി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഡ്രാഫ്റ്റ് ട്യൂബ്സ് നമ്മൾ പറയുമ്പോൾ ഡിഫറെന്റ് ജോമെട്രീസ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെത് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആ സ്ലൈഡിൽ കാണുന്നത് ഡിഫറെന്റ് ജോമെട്രീസ്, അല്ലെങ്കിൽ പല ഷേപ്പിലുള്ള ഡ്രാഫ്റ്റ് ട്യൂബ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഒരു മൂന്നോ നാലോ കാറ്റഗറി അവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ കൊണിക്കൽ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഗ്രാജുവലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഫ്രം മിനിമം ഏരിയ അറ്റ് ദി ടർബൈൻ എക്സിറ്റ് ആൻഡ് ദി മാക്സിമം ഏരിയ അറ്റ് ദി ഡിസ്ചാർജ് എൻഡ്. അതൊരു കോണിക്കൽ ഷേപ്പിലുള്ള സ്ട്രെയിറ്റ് ഡ്രാഫ്റ്റ് ട്യൂബ്. അതാണ് നിങ്ങൾക്ക് ആദ്യത്തെ ഫിഗറിൽ. രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു സിമ്പിൾ എൽബോ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. സിമ്പിൾ എൽബോ ടൈപ്പ്. Then another third one, what you at the bottom is draft tube. അതും എൽബോ ടൈപ്പ് തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ഹാവിംഗ് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ഏരിയ. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ടർബൈൻ്റെ ഇൻലെറ്റിലെ സർക്കുലർ ആണ്, ബട്ട് ഗ്രാജുവലി ദ ക്രോസ് സെക്ഷൻ ചേഞ്ചസ് ഫ്രം സർക്കുലർ ടു റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ. സോ ദാറ്റ് ഈസ് ബോട്ടം ഫിഗറിൽ. ഇതും എൽബോ ആണ്. ഇത് രണ്ട് എൽബോ ആണ്. ഈ രണ്ട് എൽബോ ആണ്. ഇവിടെ പ്രത്യേകിച്ച് വെച്ചാൽ ഇതിൽ സിമ്പിൾ എൽബോ ക്രോസ് ഏരിയ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. രണ്ട് സെക്ഷനിലും, അതായത് ഇൻലെറ്റും എക്സിറ്റും നമുക്ക് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഇൻലെറ്റില് ടർബൈൻ എക്സിറ്റില് ആ കണക്ടിങ് പോയിന്റിൽ ഇതിന്റെ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ടെയിൽ റേസിലോട്ട് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്, നേരെ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആണ്. ആൻഡ് ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് മൂഡി സ്പ്രെഡിംഗ് ട്യൂബ്. ഇത് സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഡൈവർജിങ് തന്നെയാണ്, ഡൈവർജിങ് പാസേജ് ആണ്, ബട്ട് ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻടു ടു. രണ്ട് പാസേജ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് വിടും. അപ്പൊ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ജോമെട്രീസ് ഓഫ് ദി ഡ്രാഫ്റ്റ് ട്യൂബ്.
അപ്പോൾ അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് പോവാം. അപ്പോൾ മെയിൻലി നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് ഡിസൈനിൽ നമ്മൾ ഇവിടെ പറഞ്ഞു സ്പെഷ്യൽ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു. സ്പെഷ്യൽ ഡിസൈൻ എന്നുള്ള രീതിയിൽ, സ്പെഷ്യൽ ടൈപ്പ് എന്ന രീതിയിലാണ് മൂഡി ഒരു പെർട്ടിക്കുലർ ഒരാളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഇതാണ് മൂഡീസ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിസൈൻ, ദീസ് ഡ്രാഫ്റ്റ് ട്യൂബ്സ് ആർ നോർമലി ഡിസൈൻ. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന വെച്ചാൽ അത് ഈ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത് റിയാക്ഷൻ ടർബൈൻസ് ആണ്. റിയാക്ഷൻ ടർബൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ലോ ഹെഡ് ടർബൈൻസ്, പ്രത്യേകിച്ച് കെപ്ലാൻ ടർബൈൻ ആണെങ്കിൽ ലോ ഹെഡ് ടർബൈൻ ആണ്. അപ്പോൾ ആ ലോ ഹെഡ് ടർബൈൻസ് ആകുമ്പോൾ അവിടെ ഡ്രാഫ്റ്റ് ട്യൂബിലെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. കാരണം ഹെഡ് ലോ ആകുമ്പോൾ ആ ഹെഡ് ലോസ്, പെൻസ്റ്റോക്സിൽ ഉണ്ടാകുന്ന ഹെഡ് ലോസ് വളരെ റീസണബിളി കുറവായിരിക്കും compared to the head loss in the case of Pelton turbines, impulse turbines. So the draft tube frictional losses in the draft tube is a significant thing when you design the draft tube conduit. അപ്പോൾ അത് ഇതിന്റെ അകത്ത് വരാവുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഏരിയ ആണ്. ഇവിടെ ടർബൈൻ്റെ എക്സിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഡ്രാഫ്റ്റ് ട്യൂബ് എടുക്കുകയാണ്, യു സി ദാറ്റ് യു ക്യാൻ സി ദ ക്രോസ് ഏരിയ ഗ്രാജുവലി ഇൻക്രീസിങ്. അപ്പോൾ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പാത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫ്ലോർ സെപ്പറേഷൻ. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം ഹൈ വെലോസിറ്റി ഉള്ള ഫ്ലൂയിഡ് ആണ് ഇതിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ദാറ്റ് ഗോസ് ത്രൂ ദിസ് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഓഫ് പാസേജസ്. സോ ദർ ഈസ് എ ചാൻസ് ഫോർ ഫ്ലോ സെപ്പറേഷൻ. ഫ്ലോ സെപ്പറേഷൻ എന്താണ്? ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതിന്റെ ബൗണ്ടറി വാൾ ഇതിൽ നിന്ന് ഫ്ലോ സെപ്പറേറ്റ് ചെയ്യും. സോ ദാറ്റ് ഫ്ലോ സെപ്പറേഷൻ ലീഡ്സ് ടു vortices formation and finally that will result in loss. ആ ലോസസ് ഇവിടെ ഉണ്ടാവും. അതൊരു കാര്യം, അതൊരു റീസൺ ആണ് നമ്മൾ എപ്പോഴും ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് ഡിസൈനിൽ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ലോസസ് ഹാസ് ടു ബി മിനിമം സോ ദാറ്റ് ദ ഡ്രാഫ്റ്റ് ട്യൂബ് ഫങ്ഷൻസ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഈ ലോസസ് ഏറ്റവും കൂടുതലായിരിക്കും ഇതുപോലെ സ്ട്രെയിറ്റ് ട്യൂബ്സ് വരുന്ന കേസിൽ. കാരണം ബൗണ്ടറി ലെയറിന്റെ ഫോർമേഷന്റെ സാധ്യത ചാൻസ് എന്ന് പറയുന്നത് ഈസ് വെരി ഹൈ. Then another thing is that when you design the draft tube like the straight tube, അതിന് വേണ്ട സ്പേസ് റിക്വയർമെന്റ് കൂടുതൽ. കാരണം ഇത് കൂടുതൽ ആഴത്തിൽ, അത്ര ലെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് ഡ്രാഫ്റ്റ് ട്യൂബ് ലെങ്ത് കൂടുന്നതനുസരിച്ച് അത്രയും ഡീപ്പായിട്ട് പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയും സ്പേസ് റിക്വയർമെന്റ് ഒരു സ്പേസ് കൺസ്ട്രെയിന്റ് ആവും റെയിൽ റൈൽസും തമ്മിൽ കൺസ്ട്രെയിൻ ഇത് ചെയ്യാനായിട്ടുള്ള. അപ്പൊ അത് വേറൊരു ഡിഫിക്കൽട്ടിയാണ് ഈ സ്ട്രെയിറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടി ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് you can have this elbow type. Elbow type ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് elbow type ആവുമ്പോൾ സ്ട്രെയിറ്റ് അതിന്റെ സ്പേസ് റിക്വയർമെന്റ്, അതായത് ടെയിൽ റേസും ഇതും തമ്മിൽ കണക്ടിങ് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും കമ്പാരിറ്റീവ്ലി കുറവ് മതി. അപ്പൊ അത്രയും ഡീപ്പായിട്ട് അത് സ്പേസ് റിക്വയർമെന്റ് വരുന്നത് ഡെപ്തിലോട്ട് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരുന്നില്ല. സോ ദാറ്റ് വി ഹാവ് ലെസർ സ്പേസസ് റിക്വയർ ഫോർ ദിസ് ഇൻസുലേഷൻ ഫോർ ദിസ് എൽബോ ടൈപ്പ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിന്റെ കേസിൽ പറഞ്ഞ പോലെ എൽബോ ടൈപ്പ്, ഈ സിമ്പിൾ എൽബോ ടൈപ്പ് എടുക്കുമ്പോൾ ഈ സ്ട്രെയിറ്റ് ട്യൂബിന്റെ കേസിൽ പറയുന്ന പോലെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഗ്രാജുവലി ഇൻക്രീസിംഗ് ആണ്. സോ ദാറ്റ് ഫ്ലോ സെപ്പറേഷൻ ടെൻഡൻസി സ്റ്റിൽ എക്സിസ്റ്റ്. അതായത് ബൗണ്ടറി ലെയർ ഫോർമേഷൻ, ഫ്ലോ സെപ്പറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ആൾസോ ലീഡ്സ് ടു ലോസ് ഇൻ എഫിഷ്യൻസി ഓഫ് ദി ഡ്രോപ്പ് ഇൻ എഫിഷ്യൻസി ഓഫ് ദി ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പൊ അങ്ങനെയുള്ള എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഫ്ലോ സെപ്പറേഷൻ ടെൻഡൻസി ഒക്കെ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ഇവിടെ നമ്മൾ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഈ കേസ് താഴെ കാണിച്ചിരിക്കുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ ആ ഫ്ലോയുടെ ഇതനുസരിച്ചിട്ട് ക്രോസ് സെക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഗ്രാജുവലി ചേഞ്ചസ് ഫ്രം സർക്കുലർ ക്രോസ് സെക്ഷൻ അത് ഇൻലെറ്റ് ടു ദി റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. അതായത് ഈ പറയുന്ന പാസേജ് അത് ബൗണ്ടറി ലെയറിന്റെ എഫക്ട് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഡിസൈനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ, ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കേസാണ് ഈ പറയുന്ന എൽബോ ടൈപ്പ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിസൈൻ എന്നുള്ള രീതിയിൽ നമ്മൾ സ്പെഷ്യൽ ടൈപ്സ് നമ്മൾ മൂഡീസ് ഡ്രാഫ്റ്റ് ട്യൂബ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡിസൈനിലൊക്കെ വരുന്ന ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലോ സെപ്പറേഷനും അതുപോലെ തന്നെ എത്രയും സ്പേസ് റിക്വയർമെന്റ് മിനിമൈസ് ചെയ്യുക, ഇതിന്റെ ഫ്ലോ സെപ്പറേഷൻ ലോസ് കുറയ്ക്കുക, അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ആണ് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഡ്രാഫ്റ്റ് ട്യൂബിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറെ പോയിന്റ്സ്. So here you can see this diagram represents a straight conical draft tube. അവിടെ ഒരു ആംഗിൾ മെൻഷൻ ചെയ്ത് നോക്കുക. ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 5 ഡിഗ്രി, അതായത് മാക്സിമം കോൺ ആംഗിൾ. ഇവിടെ ഇതുപോലെയുള്ള സ്ട്രെയിറ്റ് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ കേസിൽ ഈ കോണിക്കൽ ആംഗിൾ അല്ലെ, ഒരു കോണിക്കൽ ഷേപ്പ് ആ വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഓഫ് കോൺ നമുക്ക് ഡിഫൈൻ ചെയ്യാം.
theta. The theta value has to be kept maximum of theta degree 10 degrees. 10 degree. അതാണ് അത് 10 ഡിഗ്രിക്കാട് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഡൈവേർജൻസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഡൈവേർജന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പാസേജിൽ കൂടി വരുന്ന ഫ്ലൂയിഡ് ഈ ബൗണ്ടറിയെ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ ഉണ്ടാവാനുള്ള കൂടുതൽ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ മിനിമൈസ് ചെയ്ത് ഒരു മിനിമം ലെവലിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ഓൾവേസ് തീറ്റ ഓൺ ആംഗിൾ ഈസ് കെപ്റ്റ് ബിലോ 10 ഡിഗ്രി. അതായത് ഇവിടെ ഈ 5 ഡിഗ്രി രണ്ട് സൈഡിലുള്ള ഈ ആംഗിൾ 5 ഡിഗ്രി ഈച്ച് വെച്ചേക്കുന്നതാണ്. സോ ദ മാക്സിമം ഓൺ ആംഗിൾ ഈസ് കെപ്റ്റ് below 10 degree in order to minimize the boundary layer separation losses. Boundary layer separations other energy loss are available. So that has to be, and normally this type of draft tubes having efficiencies around 60%. I would have mentioned the other. So the average efficiency of this conical draft tube comes around 60%. So this is the simple elbow type. Diagram. Here also the same problems of boundary layer separation exist, and that results in lower efficiency of the draft tube. You see also again 50 to 60% on the type of draft tube in there. So this is another modified elbow type where the cross section is circular at the turbine inlet, turbine exit, or runner draft tube inlet circular cross section, exit the rectangular cross section. So this gradual change from circular to cross section to rectangular cross section results or causes the lesser chance for boundary layer separation. Boundary layer separation minimum corresponding at energy losses minimum, so that the efficiency of the turbine will be higher. Sorry, efficiency of the draft tube will be higher. With the case like normally higher efficient at 90% efficiency. This is one specially designed elbow type where the cross-sectional area is gradually varied from circular cross-section. Different cross-sections marked. You can see A, B, C, D, E, F, G, H. So each of these cross-sections are represented here. You can see the cross-sectional area is gradually increasing. In a D the shape oval shape. And finally, we have the rectangular. When it reaches the cross section H, we have rectangular cross section. So that cross sectional area is gradually changed from circular to rectangular, and this cross sectional change is affected in order to minimize the boundary layer separation losses. So that since the losses are minimum, boundary layer separation is minimum, this type of draft tubes are having higher efficiencies and about 90%. The losses are already corona. Boundary layer separation minimize constructional shape different vary design. So this about 90% having efficiency. So specially designed figure out that is Moody's draft tube, where we have the, so these are certain when you design it, the requirements shallow excavation space already the elbow type. Then also we require have the improved or better flow characteristics inside the draft tube so that losses are minimum. Then also the tendency for cavitation is minimum. These are certain requirements when you design special type of draft tubes. So one of the special type of draft tube are Moody's draft tube. So we have this flow getting splitted
and finally getting discharged into the tail race. So that they are designed in such a way that we have the separation, boundary layer separation losses inside the conduit is kept minimum value. Now let us have the equation for pressure at the draft tube inlet. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റിൽ അല്ലെങ്കിൽ ടർബൈൻ്റെ എക്സിറ്റിൽ നെഗറ്റീവ് പ്രഷർ ആണെന്ന് പറഞ്ഞു, അത് വാക്വം ആണെന്ന് പറഞ്ഞു. സോ ദാറ്റ് വി ക്യാൻ നൗ form an equation so that will be write the equation for the efficiency of the draft tube. So now let us consider a conical draft tube like this. ഇത് വരച്ചോളൂ നിങ്ങൾ. Conical draft tube like this with the inlet and exit are marked as 2 and 3. ഇവിടെ നോക്കുക, ഞാൻ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റ് 2ഉം ഇതിന്റെ എക്സിറ്റ് 3 ആണ്. നമ്മൾ ടർബൈൻ നമ്മൾ പറയുമ്പോൾ റണ്ണറിന്റെ ഇൻലെറ്റ് 1, റണ്ണറിന്റെ എക്സിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ആ റണ്ണറിന്റെ എക്സിറ്റ് ആണ് ഇത് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നൊട്ടേഷൻ, ആ കണ്ടിന്യൂറ്റി ആണ് ഇവിടെ എടുത്തേക്കുന്നത്. 2 means turbine inlet, turbine exit, or it is the inlet of the draft tube. 3 is the draft tube in the exit. Draft tube in the exit എന്ന് പറയുന്നത് tail race ലോട്ട്. So let us say that the velocity at the turbine exit or runner exit or draft tube inlet is V2, and that at the discharge point of the draft tube, tail race ന്റെ അവിടെയുള്ള velocity എന്ന് പറയുന്നത് V3. ഈ രണ്ട് velocity V3 here it is draft tube inlet V2. Similarly, let us say the height HS is this height is called suction head. HS എന്ന് പറയുന്നത് suction head എന്ന് പറയും. Suction head എന്ന് പറയുന്നത് tail raceഉം draft tube ഇൻലെറ്റും വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ tail race നിന്ന് ടർബൈന്റെ എക്സിറ്റ് വരെയുള്ള ഹൈറ്റ്. So that is the suction head. Then let us say this distance is Y2. Y2 എന്ന് പറയുന്നത് ഈ tail race ന്റെ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ എക്സിറ്റും tail race ന്റെ ടർബൈന്റെ ഇൻലെറ്റും തമ്മിലുള്ള ഹൈറ്റ്. Let us say this Y2 and let us say this height is Y. ഡ്രാഫ്റ്റ് ട്യൂബിന്റെ എക്സിറ്റും tail race ന്റെ സർഫസും നമ്മുടെ ഡിസ്റ്റൻസ് Y. So these are the some heights marked in the figure. Then the pressure acting on the surface of the tail race is atmospheric. Tail race in the surface in the pressure എന്ന് പറയുന്നത് it is atmospheric pressure, which is PA. ഇത്രയും കാര്യങ്ങളാണ് ആ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. Now let us write the equation, Bernoulli's equation between the exit and the inlet and exit of the draft tube. അപ്പോൾ ടർബൈൻ്റെ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റും എക്സിറ്റും തമ്മിൽ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്താൽ, apply the Bernoulli's equation. So if you apply the Bernoulli's equation between the inlet and exit of the draft tube, so you'll have like this. Draft tube in there. This is the datum at the bottom surface of the. So this is your datum. Let us consider the 3 draft tube and exit is surface of datum at the. So this is your datum. So if you take 3 as the datum, then you can write the Bernoulli's equation like this: P2 by W. P2 by W എന്ന് പറയുന്നത് specific weight. P2 by P by rho G. So pressure head plus velocity head plus potential head. So PW is specific weight. So P2 by W plus V2 square by 2G plus Y2. Y2 എന്ന് പറയുന്നത് ടർബൈന്റെ എക്സിറ്റ് വരെയുള്ള ഹൈറ്റ് ഡാറ്റത്തിൽ. That will be equal to P3 by W plus V3 square by 2G plus 0. കാരണം 3 എന്ന് പറയുന്നത് ഡാറ്റം തന്നെയാണ്. 0 plus HF. HF എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ട്യൂബിലെ ഹെഡ് ലോസ്. HF is the head loss between section 2.2 and 3.3. So this is Bernoulli's equation applied between the draft tube inlet and draft tube exit.
Now you can, what you require is ഇതിന്റെ ഇതാ വേണ്ടത് എനിക്ക് ടർബൈൻ ഡ്രാഫ്റ്റ് ട്യൂബിൽ ഇൻലെറ്റിലെ പ്രഷർ വാല്യൂ എനിക്ക് പ്രഷർ ഹെഡാ വേണ്ടത്. So I can rearrange that equation so that P2 by W pressure head or pressure at the turbine exit or draft tube inlet is P3 by W minus ഈ രണ്ട് ടേമും കൊണ്ടുവരിക റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരിക. So I can write this as P3W minus Y2. Then ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തേക്കുന്നേ ഉള്ളൂ, ഈ ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ മൈനസ് സൈൻ I have taken outside. So this minus of V2 square minus V3 square by 2G minus HF. So this is what the pressure at the inlet of the turbine, sorry, inlet of the draft tube. ഇനി ഈ എക്സ്പ്രഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ടെയിൽ റേസ് ചെയ്യുന്ന വൈ ഡെപ്തിലാണ്. അപ്പൊ നിങ്ങളിത് പഠിച്ചിട്ടുള്ള റിലേഷൻ ആണ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഒരു ഡെപ്തിലെ പ്രഷർ കാണാനായിട്ട് എന്തായിരിക്കും പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് P3 by W. P3 by W എന്ന് പറയുന്നത് പ്രഷർ ഹെഡ് അറ്റ് ദി ഡ്രാഫ്റ്റ് ട്യൂബ് എക്സിറ്റ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഹൈറ്റ്, എത്ര ഡെപ്ത് എന്നുള്ളത്. സോ P3 by W, so you can substitute this expression. P3 by W is equal to PA by W. PA by W is the tail raceലുള്ള പ്രഷർ. tail raceലുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് പ്ലസ് ഡെപ്ത്. ഡ്രാഫ്റ്റ് ട്യൂബിന്റെ എക്സിറ്റ് എന്ന് പറയുന്നത് tail race ചെയ്യുന്നത് y ഡെപ്തിലാണ്. So P3 by W equal to PA by W plus y. So this expression you can now substitute in the above equation. The equation substitute here. So what you get is like this. P2 by W equal to, substitute rearrange ചെയ്ത് കഴിയുമ്പോൾ what you get is P2 by W equal to PA by W plus y minus y2 minus ബാക്കിയുള്ള ടൈം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു തന്നെ V2 square minus V3 square by 2G minus HF. ഇനി ആ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും y2 minus y എന്ന് പറയുന്നത് HF ആണ്. ആ ഡയഗ്രത്തിൽ നോക്കി നമ്മൾ ആദ്യം അടുത്ത ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് y2 minus y എന്ന് പറയുന്നത് HF ആണ്. So that you can substitute there. ഇവിടെ y minus y2 എന്നാണ് എഴുതിയിരിക്കുന്നത്. So this will become minus HS. So y2 minus ys is, അതാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു സെക്ഷൻ ഹെഡ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ് HS. So y2 minus y equal to HS. So this is the section head of the draft tube. നേരത്തെ പറഞ്ഞു ഞാനത്. So now you can replace this y minus y2 തിരിച്ചായിരിക്കുന്നത് അവിടെ. So minus ആവുന്നത്. So P2. So what finally you have here is now the pressure head at the draft tube inlet P2 by W equal to PA by W minus HS minus V2 square minus V3 square by 2G minus HF. The equation is the proof for what? Negative pressure of the turbine exit. ഇവിടെ നോക്കുക P2 by W എന്ന് പറയുന്നത് PA by W അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് PA by W എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് പ്രഷർ നമുക്ക് വേണ്ട ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റിലെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? Atmospheric pressure minus these two quantities. So that means the pressure at the exit of the turbine or say inlet of the draft tube is negative pressure or it is below atmospheric pressure. So that what you can say from that equation. P2 by W equal to PA by W minus HS. The draft tube equation ആണ്. It gives the pressure head or which shows that the pressure exists at the draft tube inlet is below atmospheric pressure. Now you can define the efficiency of the draft tube. A term called efficiency of the draft tube you can define as the ratio of this gain in pressure head divided by velocity at the entrance of the draft tube. Gain എങ്ങനെ കാണുന്നത്? ഡ്രാഫ്റ്റ് ട്യൂബ് വെക്കുന്നുണ്ട് എന്താ നമുക്ക് ഉള്ള മെച്ചം എന്താണ്? ഡ്രാഫ്റ്റ് ട്യൂബ് വെക്കുന്നുണ്ടുള്ള മെച്ചം എന്ന് പറയുന്നത് if the draft tube was not connected, the water will leave the turbine exit
turbine with velocity V2, higher velocity V2 velocity order railways now it is discharged at a lower velocity V3. Kinetic energy recovery. V2 square minus V3 square by 2G is the kinetic energy recovered by the draft tube. That minus HF. And the frictional losses are minus here. So the net gain of pressure phase corresponding at this much kinetic energy is recovered. So the net gain in pressure head, that is, so this is the kinetic energy. So this is kinetic energy recovered by using the draft tube. So net gain in pressure head. Pressure atrayum koodum. And the meaning is kinetic energy recovery. So that V2 square minus V3 square by 2G minus head loss HF by velocity at the inlet of the draft tube. So that is how you define the draft tube efficiency. V2 square by 2G is draft tube inlet kinetic energy. So that recover terms of ratio draft tube efficiency define. So that you can do there. Then this you can find the head loss. Other question is if you have this efficiency of the draft tube, then you can find the head loss. HF multiply HF will be V2 square minus V3 square by 2G minus theta draft tube into V2 square by 2G. Okay. So that's draft tube in the equation and also the efficiency equation. So now have some mention on the cavitation. What is cavitation? What is cavitation? Discussion cavitation ഒരു പൈപ്പിലൊരു പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി താഴെയാകുമ്പോൾ ബോയിലിംഗ് സംഭവിക്കും. അതായത് നമ്മൾ എപ്പോഴും ഫ്ലോ പാസേജിലുള്ള ഒരു പ്രശ്നമാണ്. ഫ്ലോ പാസേജ് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് whenever the pressure at any point in a flow is becoming lower than the vapor pressure of that fluid. ഒരു ഫ്ലൂയിഡ് ബോയിൽ ചെയ്യാവുന്ന ഒരു ഇതുണ്ട്, അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയും. അപ്പൊ ആ പ്രഷർ ആ കോൺഡ്യൂട്ടിലെ പൈപ്പ് ലൈനിലെ പ്രഷർ എവിടെയെങ്കിലും ഒരു പോയിന്റിലെ പ്രഷർ, if the pressure is falling below the vapor pressure of that fluid, what happens is the liquid will get boil and bubble formation will start. And the vapor pressure എത്തിക്കഴിഞ്ഞാൽ ആ ലിക്വിഡ് ബോയിൽ ചെയ്യാൻ തുടങ്ങും. When it boil, bubbles will form. So these bubbles will, what happen? ചെറിയ bubbles form ചെയ്ത് bigger bubbles ആവും. So they will form vapor lock. അതിന് vapor lock എന്നാ പറയുന്നത്. Flowയുടെ obstructions വരും. Flow will not happen in a normal manner then. Now vapor locks form ചെയ്യും. ഈ vapor bubbles തന്നെ they will be moving along with the flow. And when higher pressure regions എത്തുമ്പോൾ ഈ bubbles burst ആവും. അപ്പോൾ ബബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എന്താണ്, എംപ്റ്റി സ്പേസ് ആണ്. അപ്പോൾ ഒരു എംപ്റ്റി സ്പേസ് അവിടെ ക്രിയേറ്റഡ് ആകുമ്പോൾ ചുറ്റുപാടുള്ള ഫ്ലൂയിഡ് അവിടേക്ക് റഷ് ചെയ്ത് വരും. ദിസ് റഷിംഗ് ഓഫ് ഫ്ലൂയിഡ് ടു ദാറ്റ് എംപ്റ്റി സ്പേസ് വിൽ കോസ് ഡാമേജ് ടു ദി ബൗണ്ടറി. കാരണം ഈ നടക്കുന്ന പ്രോസസ്സ്, ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കുന്ന ബൗണ്ടറി റീജിയൻസിലൊക്കെയാണ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഏരിയയിൽ ഹയർ പ്രഷറിലുള്ള ഫ്ലൂയിഡ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ അതിന്റെ മെറ്റൽ സർഫസിൽ നിന്ന് മെറ്റീരിയൽ ഇറോഷൻ സംഭവിക്കും. And this is called cavitation. And finally that will cause damage. That turbine unit in the efficiency drop. That will cause drop in efficiency of that part. Draft tube in efficiency. This എവിടെയാണോ ആ ഫ്ലോ പാസേജസിൽ മിനിമം പ്രഷർ വരുന്നത് അല്ലെങ്കിൽ ലോവർ പ്രഷർ വരുന്ന ആ ഏരിയാസ് കാവിറ്റേഷന് കൂടുതൽ ടെൻഡൻസി കാണിക്കും. അല്ല അവിടെ കൂടുതൽ പ്രോൺ ആയിരിക്കും, കാവിറ്റേഷൻ പ്രോൺ ഏരിയാസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടർബൈൻസിന്റെ കേസിൽ, റിയാക്ഷൻ ടർബൈൻസിന്റെ കേസിൽ പറയുമ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞു. സോ ദോസ് ആർ ദ ഏരിയ റൺ ആൻഡ് എക്സിറ്റിൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റ് ആ പോയിന്റിലൊക്കെ ലോവർ പ്രഷേഴ്സ് ആണ്, നെഗറ്റീവ് പ്രഷേഴ്സ് ആണെങ്കിൽ there is greater chance for this cavitation to occur at such places. അപ്പോൾ അത് ഒരു അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ, when you design the draft tube, that has to be taken into account. അത് എങ്ങനെയാണ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പോൾ കാവിറ്റേഷന്റെ പ്രശ്നം അതാണ്. കാവിറ്റേഷൻ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ കാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാനായിട്ട് let us have the same equation what we just derived. So this equation, you know, V2 by W, ഈ equation എന്ന് പറയുന്നത് V2 by W എന്ന് പറയുന്ന ഡ്രാഫ്റ്റ് ട്യൂബിന്റെ, so this is the inlet pressure. V2 by W is the pressure at the inlet of the draft tube. V2 by W equal to PA by W minus HS minus V2 square minus V3 square by W minus HS. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റിലെ പ്രഷറാണ്. ആൻഡ് let us simplify this. സിംപ്ലിഫൈ ചെയ്യാൻ വേറെ ഒന്നുമല്ല. ഈ V3 നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ V3 will be negligibly small compared to V2. So let us assume that V2 or V3 is small compared to V2, so that we can neglect that kinetic energy, that part which the fluid carry when it flows to the tail race. അപ്പോൾ അത് ചെറിയൊരു എമൗണ്ട് ആണ്, നെഗ്ലിജിബിൾ എമൗണ്ട് ആണെന്നുള്ളത് V3 നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ what you can have now is V2 by W equal to PA by W minus HS minus V2 square by 2G minus HS. അപ്പോൾ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ P2 by W എന്ന് പറയുന്നത് ഇൻലെറ്റിലെ പ്രഷറാണ്. സോ ഹയർ വാല്യൂസ് ഓഫ് വെലോസിറ്റി വരുമ്പോൾ ഡ്രാഫ്റ്റ് for higher values of V2, what you can say here from this equation is it will be having എന്താണ് V2യുടെ വാല്യൂ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, HS എന്ന് പറഞ്ഞ ഹൈറ്റ് ആണ്, അതൊരു ഫിക്സഡ് ഹൈറ്റ് ആണ്. HF എന്ന് പറഞ്ഞ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ലെങ്ത് എന്താണോ അതും ഫിക്സ്ഡ് ആണ്, അതും മാറത്തില്ല. എത്ര ലെങ്ത് ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്ലോസ് കാണും. HS എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റ് ആണ്. പിന്നെ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ V2 വേരിയബിൾ ആണ്. ടർബൈന്റെ എക്സിറ്റിൽ എത്ര വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ട്യൂബ് ഇൻലെറ്റിൽ വരുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്താണോ അതായിരിക്കും അവിടുത്തെ എക്സിറ്റിലെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ഹയർ വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ മീനിങ്, V2 is high, pressure കുറവ്. If V2 is high, that means V2 will be very low. അപ്പോൾ ഹയർ വാല്യൂസ് ഓഫ് വെലോസിറ്റിക്കാണ് എന്താണ് കാവിറ്റേഷൻ ടെൻഡൻസി വരിക. കാരണം വെച്ചാൽ പ്രഷർ പറയുന്നതനുസരിച്ച് അത് ഇഫ് ദാറ്റ് പ്രഷർ ഈസ് ഹാപ്പൻസ് ടു ബി ബിലോ ദി വേപ്പർ പ്രഷർ, then cavitation will occur. So the tendency at higher values of velocity, draft tube velocity, is to have the cavitation to occur. അപ്പോൾ അത് നമുക്ക് മിനിമൈസ് ചെയ്യണം, അല്ലാതെ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ so what we can say here is cavitation. So this is the condition what you need to ensure. So cavitation, if you want to have the cavitation not occurring in the passage, then the condition is that the pressure P2 should be always greater than PV. So this is the condition, has to be P2 has to be always greater than PV. അത് നമ്മൾ സ്റ്റഡി ചെയ്യണമെന്ന് വെച്ചാൽ we will be defining one called net positive suction head. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, നെറ്റ് പോസിറ്റീവ്, NPSH എന്ന് പറഞ്ഞാൽ നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. അതായത് എത്ര പ്രഷർ ഹെഡ്, ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് അറ്റ് ദി ടർബൈൻ. ഇവിടെ ഇതെന്ന് പറയുന്നത് ഡൈനാമിക് ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ്. സോ ദിസ് ഈസ് ദിസ് ടോട്ടൽ head of water at the turbine exit. P2 by W എന്ന് പറയുന്നത് ടർബൈൻ എക്സിറ്റ്. നമ്മൾ ഡ്രാഫ്റ്റിന്റെ കേസ് പറയുമ്പോൾ ഡ്രാഫ്റ്റ് ഇൻലെറ്റിലെ സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ആണ് P2 by W പ്ലസ് V2 square by 2G എന്ന് പറയുന്നത് അതിന്റെ ഡൈനാമിക് ഹെഡ് ആണ്. സോ ദാറ്റ് മൈനസ് PV by W. PV by W എന്ന് പറയുന്നതാണ് വേപ്പർ പ്രഷർ ഹെഡ്. എന്താണോ ഫ്ലൂയിഡിന്റെ വേപ്പർ പ്രഷർ ആണ് PV. സോ PV by W will define a pressure head. അപ്പൊ ഈ എത്രത്തോളം എക്സസ് പ്രഷർ ഹെഡ് ടർബൈൻ്റെ എക്സിറ്റിലുണ്ട് അതിനെയാണ് നമ്മൾ എത്രത്തോളം എക്സസ് ഹെഡ് available at the turbine exit or draft tube inlet is called net positive suction head. So this P2 by W plus V2 square by 2G minus PV by W. PV by W എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഹെഡ്. അപ്പൊ ആ വേപ്പർ പ്രഷർ ആണ് എത്ര ഹയർ ഹെഡ് വാല്യൂ, ആ ഡിഫറൻസ് ടോട്ടൽ ഹെഡ് അവൈലബിൾ അറ്റ് ദി ഡ്രാഫ്റ്റ് ട്യൂബ് ഇൻലെറ്റ് മൈനസ്
വേപ്പർ പ്രഷർ ഹെഡ് ഓഫ് ദാറ്റ് ഫ്ലൂയിഡ്. അതാണ് നമ്മൾ ആ പറയുന്നത് പോസിറ്റീവ് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ MPSH നമുക്ക് നേരത്തെയുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇൻ ദി പ്രീവിയസ് ഇക്വേഷൻ വാട്ട് യു ഗോട്ട് ഫോർ P2/W. ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P2/W ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് വാട്ട് യു P2/W നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ ആണ്. അവിടെ V2 ഞാൻ നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് ടു കൺസിഡർ ദാറ്റ് ഇക്വേഷൻ. സോ ദിസ് ഈസ് ദി P2/W. Then remaining two terms V2/2G minus PV/W. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, ഇതും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ HF എന്ന് പറയുന്നത് let us say for the time being let us say that HF is also negligible. കാരണം ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ലെങ്ത് if it is short പാസേജ് ആണ്, അല്ലെങ്കിൽ അവിടെയുള്ള ഹെഡ് ലോസ് നമ്മൾ കമ്പയർഡ് ടു അതർ ഹൈറ്റ് what we have mentioned that is negligible, let us avoid that from the equation. So that finally what we have is net positive suction head equal to, we have this equation, net positive suction head PA/W minus PV/W minus HS. Now we can define a term called cavitation parameter. So a cavitation parameter is defined for this cavitation study. That cavitation parameter is called Thomas cavitation parameter sigma, notation sigma. The invent ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് കിടക്കുന്നു, തോമ എന്ന് പറയുന്നത് ജർമ്മൻ ഡെട്രിച്ച് തോമ. Thoma cavitation factor is defined as the ratio between this net positive suction head and H. So net positive suction head divided by H. H എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ടർബൈൻ്റെ നെറ്റ് ഹെഡ്. So net positive suction head divided by turbine head. So that ratio is called sigma. That is called known as the Thomas cavitation parameter. ഈ പാരാമീറ്റർ നമ്മൾ ബേസ് ചെയ്തിട്ടൊരു കണ്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. അത് കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ നോക്കുക. സോ ദിസ് ഈസ് ദി ഗ്രാഫ്. ഈ ഗ്രാഫ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഫ്രം ദിസ് ഇക്വേഷൻ, ഈ സിഗ്മയുടെ ഇക്വേഷൻ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, ദിസ് കാവിറ്റേഷൻ പാരാമീറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ഹെഡ് ഓഫ് ദ ടർബൈൻ. അപ്പൊ എച്ചും എന്നും തമ്മിലുള്ള ഒരു സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി വാട്ട് വി ഹാവ് ഈസ് tested, the turbine is tested at different heads. പല ഡിഫറെന്റ് ഹെഡിൽ ഓപ്പറേറ്റ് ചെയ്ത് സിഗ്മ വാല്യൂസ് are obtained, and corresponding to each head we can calculate the efficiency of the turbine. So this is the plot obtained by conducting a performance test on a turbine by varying its head and calculating the efficiency and corresponding sigma value. But different heads operate ചെയ്തിട്ട് ഇവിടെ നമുക്ക് പറയാവുന്നത് സിഗ്മ വാല്യൂ, എച്ചിന്റെ വാല്യൂ, ഹെഡിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് സിഗ്മ കുറയും, അല്ലെങ്കിൽ ഹെഡിന്റെ വാല്യൂ കുറയുന്നതനുസരിച്ച്, അല്ലെ, സക്ഷൻ ടർബൈൻ ഹെഡിന്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് സിഗ്മയുടെ വാല്യൂ കൂടും. സോ വി ഹാവ് എ പ്ലോട്ട് ഹിയർ, എഫിഷ്യൻസി പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദി സിഗ്മ വാല്യൂ, ആൻഡ് ദിസ് എഫിഷ്യൻസി ആർ കാൽക്കുലേറ്റഡ് ഫോർ ഡിഫറെന്റ് ഹെഡ്. സോ വാട്ട് വി ഹാവ് ഈസ്, ഇവിടെ ഈ കർവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ഹിയർ. You can see for higher values of sigma, sigma higher values എന്ന് പറഞ്ഞാൽ lower head എന്താണ്, efficiency is almost constant, and what we can have here is ഇവിടെ വന്ന് efficiency slight increase, then it start to decrease here. ഈ ഒരു പോയിന്റ് എത്തുന്ന വരെ ഇവിടെ ഈ രണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് കാണിച്ചിട്ടുണ്ട്. ആ ഹൊറിസോണ്ടൽ ലൈൻസിന്റെ ഇടയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 1% drop in efficiency. So this is the point where the efficiency drops by 1%. ഈ ഒരു ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഒരു പെർട്ടിക്കുലർ ഹെഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിഗ്മ വാല്യൂ ഇവിടെ നമുക്കിവിടെ കിട്ടും. സോ ദിസ് ഈസ് സിഗ്മ സി. ഐ ഹാവ് മാർക്ക്ഡ് സിഗ്മ സി. ഇവിടെ സിഗ്മ സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് സിഗ്മ സി ഈസ് കറസ്പോണ്ടിങ് ടു 1% ലോസ് ഇൻ എഫിഷ്യൻസി. നമ്മൾ ഹെഡ് വാരി ചെയ്യുമ്പോഴനുസരിച്ച് ലോവർ ഹെഡ് അല്ലെ ഹയർ ഹെഡ്സ് ഡിഫറെന്റ് ഹെഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് കിട്ടുന്ന എഫിഷ്യൻസിയിൽ 1% ഡ്രോപ്പ് വരുന്നൊരു പോയിന്റ്. അപ്പൊ ഇത്രയും ഇവിടെ ഈ ഡിക്രീസ് ആയി, ഈ പോയിന്റ് വരുമ്പോൾ ഒരു 1% എഫിഷ്യൻസി ഡ്രോപ്പ് ആണ് വന്നേക്കുന്നത്.
corresponding we can define a sigma value, and this sigma value is called critical Thoma factor, critical cavitation factor. Cavitation parameter. So this term is called critical cavitation or critical Thoma cavitation parameter, because the concept was introduced by this Thoma. So critical Thoma's cavitation parameter. So that is sigma c. Sigma value. Sigma critical cavitation parameter. So that critical cavitation parameter we define here. You can have this expression for the critical parameter. Critical parameter efficiency drop in the reason that cavitation process, like cavitation phenomena just initiate, and the reason that is the reason why this efficiency drops. So when this 1% drop in efficiency is happened, we have this P2 by W equal to PV by W. Efficiency cavitation, and this cavitation happens when the pressure P2 equal to PV. So when this sigma equal to sigma c, now you can write your sigma c equation, sigma c critical cavitation parameter equation as P2 by W. The equation then P2 by W when sigma equal to sigma c, this P2 by W equal to PV by W. So P2 by W PV by W substitute. So this is PV. So what we have is critical parameter. So you can now define the condition for cavitation. So cavitation will occur for cavitation not to occur. Sigma value, whenever the sigma value is greater than or equal to sigma c, critical parameter higher values cavitation illa. That's diagram. Higher values of sigma efficiency drop illa. Efficiency sigma c varumbodaanu. Cavitation start meaning. Low head corresponding sigma value sigma c equal case lower values of sigma c cavitation affected out. So that is the condition for the cavitation. So second B, when sigma is less than sigma c, the turbine installation will suffer cavitation problem. Head suction head, equation suction head, you can write this equation HS, and when sigma equal to sigma c, that defines the maximum suction head. Equations rewrite HS, you have the suction head equation like this. So when sigma equal to critical sigma, so that will have this equation HS max. Formulate. And one more term I will mention. One more term I will mention here is that is planned sigma. This critical sigma ideal conditions, but there are certain factors which we cannot foresee. And unforeseen factors, which we cannot foresee. So if there are some unforeseen factors, unforeseen factors account what is done is normally we will have a margin M. We will define a margin M. This suction head HS HS max HS max equation equation ideal conditions. Unforeseen factors were in the case account what is done is normally we will have this HS our calculation will be based on this HS max minus this margin. Our margin a value of margin M equal to 0.5 meter. 0.5 meter the margin and account. Unforeseen factors and errors minimize. So that you can now corresponding to this HS max minus margin, we can define a planned sigma.
അപ്പൊ ആ ഫിഗറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുക. കൂടി പറഞ്ഞിട്ട് നിർത്തുവാണ്. സി സോ ദിസ് ഇസ് ദ മാർജിൻ വാട്ട് ഈസ്. ഇവിടെ ഈ സിഗ്മ സി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നൗ ഹിയർ അനദർ you can see here sigma PL. Sigma PL ഇതാണ് പ്ലാന്റ് സിഗ്മയാണ്. പ്ലാന്റ് സിഗ്മ. സോ ദിസ് ഇസ് ദ മാർജിൻ. ഇത്രയും മാർജിൻ നമ്മൾ ഈ 1% വരുമ്പോഴുള്ള സിഗ്മ അല്ല എടുക്കുന്നത്, അതിന് തൊട്ട് മുമ്പേ വരുന്ന ഹയർ വാല്യൂ സിഗ്മ എടുക്കുക. ദാറ്റ് ഈസ് ഇത്രയും ഇതിന്റെ അകത്ത് അഥവാ നമ്മുടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, ടെസ്റ്റിംഗിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിഗ്മ സിയുടെ വാല്യൂ ആക്യുറേറ്റ് ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാവിറ്റേഷൻ അതിൻ്റെ അകത്ത് വരാം. അപ്പൊ ആ അങ്ങനെയുള്ള എറർ നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി വി വിൽ ഡിഫൈൻ എ മാർജിൻ. ദാറ്റ് മാർജിൻ ഈസ് ടേക്കൻ ആസ് അപ് ടു 0.5 മാർജിൻ, 0.5 meters ആ മാർജിൻ എടുക്കും. സോ ദാറ്റ് HS max മൈനസ് 0.5 meter, അല്ലെങ്കിൽ ആ മാർജിൻ എന്താണോ ആ മാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മയുടെ വാല്യൂ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മയുടെ വാല്യൂ ആണ് ഈ പ്ലാന്റ് സിഗ്മ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് HS മാക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ക്യാപിറ്റൽ പാരാമീറ്റർ ടേബിൾ ഹെഡിനെ ഡിപെൻഡ് നമ്മൾ പറഞ്ഞു. ഹെഡിനെ ഡിപെൻഡന്റ് ആയ സ്പീഡ് ഡിപെൻഡ് ആണ്. സോ ദിസ് ടേബിൾ ഷോസ് വേരിയേഷൻ ഓഫ് ക്രിട്ടിക്കൽ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു EMS. ഒരു രണ്ട് കേസിൽ ട്രാൻസിസ്റ്റർ ടർബൈനും പ്രൊപ്പല്ലർ ടർബൈന്റെ കേസിലുള്ള വാല്യൂസ് കമ്പാരിസൺ സ്റ്റഡിക്ക് വേണ്ടി കൊടുത്തേക്കാണ്. Okay, so with that I am stopping. The subject angle we will cover this in the next class. If you have any doubt regarding this cavitation or draft, you can ask, or we will meet on Tuesday, tomorrow. Okay. Okay, sir. So thank you.